ഇപ്പൊ ശരി, ഇപ്പൊ ഹാങ് ആണോ? ഇപ്പൊ ശരി, ഇപ്പൊ ശരി, ഇപ്പൊ ശരി. തുടങ്ങിയാലോ? യെസ്. സോ വെൽക്കം ടു പരിഫിക്ഷൻ. അപ്പോ നമ്മള് ഇന്നലെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ടായി സിനിമയിലൂടെ, അൺപോപ്പുലർ ഒപ്പീനിയൻസ് ഓൺ മലയാളം സിനിമ. അപ്പൊ നമുക്ക് കുറച്ച് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ റെസ്പോൺസിൽ റിയാക്ട് ചെയ്ത് നമ്മളൊരു ഒപ്പീനിയൻ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ, ഐ ലൈക്ക് ഒടിയൻ. ഇതാണ് ഫസ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയൻ. എനിക്ക് ഐ തിങ്ക് ദിസ് ഇസ് ഫ്രം, എനിക്ക് തോന്നുന്നത് ശ്രീകുമാർ മേനോൻ പുള്ളിന്റെ സ്പാം അക്കൗണ്ടിന് ടെക്സ്റ്റ് ചെയ്താണ് തോന്നുന്നത്. സോ ഹൈ ശ്രീകുമാർ മേനോൻ. പുള്ളി തിരിച്ച് മറ്റേ രണ്ടാമൂഴം ചെയ്യാൻ വേണ്ടിയുള്ള പുള്ളിയുടെ PR ആണത്. നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാമോ? ഒരാൾ പറഞ്ഞു ബേസിൽ ജോസഫ് ഷുഡ് ടേക്ക് എ ബ്രേക്ക് ഫ്രം ആക്ടിങ് ആൻഡ് ഫോക്കസ് ഓൺ ഡയറക്ഷൻ. ബേസിൽ ജോസഫ് എനിക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. പൊന്മാനില് നല്ല പെർഫോമൻസ് അല്ലേ? പൊന്മാൻ ആക്ച്വലി കൊള്ളായിരുന്നു, പക്ഷെ എനിക്ക് പ്രാരംഭൂടി ഷാപ്പ് എനിക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മരണമാസിലെ പെർഫോമൻസ് തീരെ വർക്കായില്ല. ലൈക്ക് അതൊരു ഷിറ്റർ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് മരണമാസില് മാത്രമേ വർക്ക് ആവാത്തുള്ളൂ. എനിക്ക് പ്രാവിൻകൂട് ആക്ച്വലി വർക്കായിരുന്നു ക്യാരക്ടർ. പക്ഷെ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായെന്ന് തോന്നുന്നു. ഓൾസോ വി നീഡ് മിന്നർ മുരളി 2. അതുകൊണ്ട് പുള്ളി തിരിച്ചു വരണം ഡയറക്ടറായിട്ട്. എനിക്ക് അതിന്റെ സെക്കൻഡ് പാർട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. സോ നെക്സ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയനിലേക്ക് പോവാം. കണ്ണൻ താമരകുളം നീഡ്സ് ആൻ ഇൻഡസ്ട്രി ഹിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ കുഡോസ് ടു ദിസ് ഗൈ ഹു റിമെമ്പേർഡ് ഈ പുള്ളീനെ. ഞാൻ മറന്നിരിക്കായിരുന്നു കണ്ണൻ താമരക്കുളത്തിനെയൊക്കെ ടോർച്ചർ. എനിക്ക് തോന്നുന്നറിയോ, ഈ കണ്ണൻ താമരക്കുളം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഡയറക്ടർ വെർഷൻ ആണ് തോന്നുന്നു. വെർഷൻ മനസ്സിലായി, അതൊരു ആക്ടർ വെർഷൻ, ഇതൊരു ഡയറക്ടർ വെർഷൻ. അവിടെ ഇവിടെയും ലൈക്ക് ബോംബ് ഈസ് കോൺസ്റ്റന്റ്. ഹേ ജൂഡ് ഈസ് ആൻ അണ്ടർ റേറ്റഡ് മൂവി. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ തിങ്ക് ലൈക്ക് ശ്യാം പ്രസാദ് മൂവീസ് ഡിസേർവ്സ് അറ്റൻഷൻ, മോർ അറ്റൻഷൻ. പുള്ളി നല്ലൊരു ഫാൻ ബോയ്സ് റിപ്പോർട്ടിംഗ്. ഋതു ഫാൻ ബോയ്സ് റിപ്പോർട്ടിംഗ്. യെസ്. മായാനദി ഈസ് ഓവർറേറ്റഡ് ആസ് ഫക്ക്. അത് ഭയങ്കര എനിക്കറിയില്ല, പുള്ളിയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം അത് ഇത്ര യൂസ്ഡ് ആയി പോകണ്ട, ഓവർ യൂസ്ഡ് ആയി കുറച്ച് ഒക്കെ വന്നതുകൊണ്ടാണ്. പക്ഷെ മായാനദി സ്റ്റിൽ, എന്നെ സംബന്ധിച്ച് മായാനദി സ്റ്റിൽ അണ്ടർ റേറ്റഡ്. മായാനദി എനിക്ക് തോന്നുന്നത് അത് ഓവർ റേറ്റഡ് ആക്കിയത് നമ്മൾ ഓഡിയൻസ് തന്നെയാണ് തോന്നുന്നു. ഒരു ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ നോക്കിയാലും മായാനദിന്റെ എഡിറ്റ്സ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിന്റെ ഫീഡിൽ ഒന്നെങ്കിൽ മായാനദി അല്ലെങ്കിൽ കുംബ്ലിംഗ് നൈറ്റ്സ്, ഈ രണ്ട് പടത്തിന്റെ എഡിറ്റ് മാത്രം ഇട്ടിട്ട് സാച്ചുറേറ്റഡ് ആയി. അങ്ങനെ ആളുകൾ ഓവർ റേറ്റഡ് ആണെന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ മൂവി വൈസ് ഇസ് ക്ലാസിക്. ഇത് അമർ കാണണ്ട. So next unpopular opinion, Omar Lulu has potential to make a good adult joke film. Yes, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത് എനിക്ക് ആക്ച്വലി ഒരു നല്ല സെക്സ് കോമഡി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ഉള്ള സെക്സ് കോമഡി. പറഞ്ഞു വരുമ്പോ ഹാപ്പി വെഡിങ്സിലും കുറെ ഈ അഡൽട്ട് ജോക്സ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആണ് ഇതിന്റെ ഡ്രാമ. അതുകൊണ്ടാണ് അത് വർക്കാവുന്നത്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്റ്റോറി അല്ലെങ്കിൽ കോണ്ടന്റ് ഉണ്ടെങ്കിൽ ആ ജോണർ എക്സ്പ്ലോർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് മൈ അൺപോപ്പുലർ ഒപ്പീനിയൻ ഇസ് സെക്സ് കോമഡി ജോണർ ഷുഡ് ബി എക്സ്പ്ലോർഡ് ബൈ ഇന്ത്യൻ ഫിലിം. ഹൈ ടൈം. Next opinion, Madha Suresh has potential. He will do better if he is with good directors. He can get a Dhruv Vikram. I hope Dhruv Vikram doesn't listen this. എന്താ വ്യവസ്ഥ? സോറി, ഞങ്ങളാരും ഗുണ്ടകളല്ല. അവരൊറ്റ ഡയലോഗ് മതി അവന്റെ ആ ഒപ്പീനിയന്റെ മറുപടി ആയിട്ട്. ഐ തിങ്ക് ലൈക്ക് വല ഈസ് കമ്മിങ്. അപ്പോൾ അതിൽ പുള്ളിക്ക് വല വേഴ്സിൽ പുള്ളിക്ക് ഒരു നല്ല റോള് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഈ ട്രോൾസ് മാറാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അതിലും പുള്ളി ഫക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോ ഐഡിയ. ലൈക്ക് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഡൺ. സോ നെക്സ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയൻ, വി ഡോണ്ട് ഹാവ് എ മൂവി ലൈക്ക് വിക്രം ഓർ ലിയോ. അതിന് യൂണിവേഴ്സ് ഇല്ലാത്തതിന്റെ, ഐ മീൻ ഇങ്ങനത്തെ യൂണിവേഴ്സ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണത്, സിനിമാറ്റിക് യൂണിവേഴ്സ്. പിന്നെ അത് രണ്ട് ഇൻഡസ്ട്രി, രണ്ട് ടൈപ്പ് സിനിമകളല്ലേ. നമ്മൾ അതായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ സെൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കോയില് മൈൻഡ്ലെസ് ആക്ഷൻ അല്ല, ലിറ്റിൽ ബിറ്റ് സ്റ്റോറി കണക്റ്റഡ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ ഡ്രിവൻ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ആക്ഷൻ മൂവി വന്നിട്ട് കുറച്ച് കാലമായി എനിക്ക് തോന്നുന്നു. ടൈമായി വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഇപ്പം റീസെന്റ് വന്നിട്ടില്ലെന്നേ പറയാനുള്ളൂ. അതെ, ടൈം ആയിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ്, ഹേറ്റ് ഓൺ എംബ്രിയോൺ unnecessary. It had flaws but the hate was intentional. But I don't think so. Like hate was necessary. Necessary reviews ആണ് നമ്മൾ കിട്ടിയത്. കുറെ പേർക്ക് മിക്സഡ് ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷെ എനിക്കും ഹെയ്റ്റ്
എനിക്ക് സിനിമ വർക്കായില്ലെങ്കിൽ വർക്കായില്ല, അത്രേ ഉള്ളൂ. എനിക്കും പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിന്റെ പ്രൊമോഷൻസ് എല്ലാം കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പുള്ളിയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രൊമോഷൻസിൽ തന്നെ പറഞ്ഞതാണ് ലൂസിഫർ പോലത്തെ ഒരു പടം ആയിരിക്കില്ല എമ്പുരാൻ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു മെയിൻ ഹെയ്റ്റ് വന്നത് തന്നെ ലൂസിഫർ പോലെ ആയില്ല എന്നുള്ളതായിരുന്നു. എന്നെ നോക്കുമ്പോൾ കുറച്ച് അൺനെസറി ഹെയ്റ്റ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ദ മൂവി സക്സ്. സോ നെക്സ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയൻ, ജാനമൻ വാസ് എ ഷിറ്റി മൂവി. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും തോന്നിയിട്ടില്ല. നോ 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 നോ. ഈ ഭയങ്കര ബ്രില്യൻ മൂവി ആയിട്ടാണ് തോന്നിയത്. ഐ ലൈക്ക് ജാനമൻ മോർ ദാൻ മഞ്ഞുമൽ ബോയ്സ്. അതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ. എനിക്ക് മഞ്ഞുമലിനെ ഇഷ്ടപ്പെട്ടത് അല്ല, എനിക്കറിയില്ല, എനിക്ക് ജാനമനെ കുറച്ചുകൂടി കണക്ട് ആയത്. ക്രാഫ്റ്റ് വൈസ് മഞ്ഞുമൽ ബോയ്സ് ഇസ് വെരി ഗുഡ്. ബട്ട് നീ പറയുന്ന പോലെ സ്റ്റോറി, ഫ്രണ്ട്ഷിപ്പ്, കണക്ഷൻ എന്നൊക്കെ വരികയാണെങ്കിൽ ഐ തിങ്ക് ജാനമൻ കുറച്ചും കൂടെ ബെറ്റർ ഐഡിയ ജാനമൻ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. യെസ്, സെയിം സെയിം സെയിം. ഫഫ പ്ലേയിങ് സൈക്കോ ബിക്കേം ക്ലീഷേ. യെസ്, അത് പക്ഷെ ഇനി ചെയ്യില്ല, പുള്ളീനെ എന്തായാലും ചെയ്യില്ല. പുള്ളിയും ഓൾമോസ്റ്റ് മതിയായി, പുള്ളീനെ നോ പറയും എന്തായാലും. സൈക്കോ അല്ല, എല്ലാ തരവും സൈക്കോ പുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ജോജിയിലായാലും ഒരു തരം സൈക്കോ എക്സ്പ്ലോർ ചെയ്തു. ഷമ്മി, എന്റെ അറിവില് ഫഹദ് എന്നല്ല, സൈക്കോ എന്ന് പറയുന്ന പരിപാടി സാച്ചുറേറ്റഡ് ആയി. അത് ഇനി തൊടാണ്ടിരിക്കുന്ന നല്ലത്. ഓവർ റേറ്റഡ് ഒപ്പീനിയൻ. ലൈക്ക് തുടരും ഇസ് ഓവർ റേറ്റഡ്. ഐ തിങ്ക് അത് എങ്ങനെയും കൊടുക്കാം, ഇങ്ങനെയും കൊടുക്കാം, ഒരു മീഡിയം ലെവലില്. ഞാനും അത് ചെറുതായിട്ടൊന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് ബേസിക്കലി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ കുറെ നാൾ അങ്ങനെ കാണാത്തോണ്ടുള്ള ഒരേ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം. അല്ലെങ്കിൽ ആ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും, ഭയങ്കര പ്ലെയിൻ പടമാണ്. എല്ലാവരും പറയുന്ന സാധനങ്ങൾ എനിക്ക് മനസ്സിലാവും, ആ പടത്തിൽ ഒന്നുമില്ല എന്നുള്ളത്. എനിക്ക് തുടരുവിനേക്കാൾ തുടരുവിന്റെ ഡയറക്ടർ കുറച്ച് ഓവറേറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ അൺപോപ്പുലർ ഒപ്പീനിയൻ. തരുൺമൂർത്തി, ഇതൊക്കെ ഓക്കെ, ഫെയർ, ഐ അണ്ടർസ്റ്റാൻഡ്. പുള്ളി കുറച്ച് ഓവർ പോസിറ്റിവിറ്റിയും കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ ശരിയാണ്. സോ നെക്സ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയൻ, വൈ സുമതി വളവ് ബിക്കേം സെൻസേഷണൽ സക്സസ്. ഫ്രീ ടിക്കറ്റ്സ്. ആർക്ക് സെൻസേഷൻ അല്ല, എനിക്ക് സെൻസേഷൻ അല്ലല്ല, ഫ്രീ ടിക്കറ്റ്സ്. ഓരോ കോളേജിലെ പരിപാടി അവതരിപ്പിക്കാതെ അവർക്ക് ഫ്രീ ടിക്കറ്റ്സ് കൊടുക്കുക. അപ്പൊ എന്തായാലും സക്സസ് ആവുമല്ലോ. അങ്ങനത്തെ ഒരു സെൻസേഷൻ. ഫ്രീ നോ, സക്സസ് ആണ്. എനിക്കറിയില്ല. സോ നെക്സ്റ്റ് അൺപോപ്പുലർ ഒപ്പീനിയൻ, വി ആർ ലൂസിങ് ദ കോമഡി മൂവി ജനർ. കൈൻഡ് ഓഫ് എന്താ പറയാ, കോമഡി ഭയങ്കരമായിട്ട് മാറി എന്ന് തോന്നുന്നു. ലൈക്ക് പഴയ കോമഡി അല്ല ഇപ്പോഴത്തെ കോമഡി. സ്ലാബ് സ്റ്റിക്ക് പോലത്തെ കോമഡി ഒന്നും ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾക്ക് എവിടെയും പുൾ ഓഫ് ചെയ്യാനോ ഓഡിയൻസിനും പുൾ ഓഫ് ചെയ്യാനോ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ സ്ലാബ് സ്റ്റിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സ്ലാബ് സ്റ്റിക്ക് കോമഡി, ഗിരീഷ് ഷെഡിന്റെ കോമഡി മൂവീസ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫ്ലോയില് പോകാറുണ്ട്. ആവേശം വാസ് വെരി നൈസ്. ബ്രോമാൻസ് വർക്കായിരുന്നു. അതാണ് പോപ്പുലർ ഒപ്പീനിയൻ ആണ്. എനിക്ക് ഭയങ്കര മോശം സിനിമ എന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ബ്രൊമാൻസ്. അതാണ്, അത് ഭയങ്കര മിക്സഡ് ഒപ്പീനിയൻ ഉള്ള സിനിമയാണ്. ഞാൻ കുറച്ച് പേര് കേട്ടിട്ടുണ്ട്. അടുത്ത അൺപോപ്പുലർ ഒപ്പീനിയൻ, ലൈക്ക് നടികർ. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? കണ്ടിട്ടില്ല, അറിയില്ല. ഞാൻ അതിന്റെ സീൻസേ കണ്ടിട്ടുള്ളൂ. അത് കണ്ട് എനിക്ക് കാണാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു നടികരെ ബോജാക്ക് ഹോസ്മാന്റെ ഒരു മൂവി വെർഷൻ ആണെന്ന് തോന്നുന്നു. ബോജാക്ക് ഹോസ്മാന്റെ സ്റ്റോറി ലൈൻ അതേപടി കോപ്പി അടിച്ച് അതിൽ ടോയിനോനെ പ്ലേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു പടം. ഇല്ല, അതേ ബേസിക്കലി റൂയിൻ ബോജാക്ക് ഹോസ്മാൻ. ആ കോൺസെപ്റ്റ് എടുത്ത് അവര് ഇവിടെ നിന്ന് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ലൈക്ക് ബാഹുബലി, KGF ഈ അടുത്തൊന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. പാൻ ഇന്ത്യൻ. Yo bro, we have Malekotte Valiban. എനിക്ക് തോന്നുന്നു ചിലപ്പം ടിക്കറ്റാക്ക് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ കിട്ടുമെന്ന് തോന്നുന്നു. എനിക്കും പ്രതീക്ഷയുണ്ട് ടിക്കറ്റാക്കിയാല്. എന്താണ് ലൈക്ക് ഹൈപ്പ് ചെക്ക്? എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് ടിക്കറ്റാക്കിൽ നിന്ന്? വാട്ട്സ് യുവർ ഹൈപ്പ് ചെക്ക്? എന്താണ് അവസ്ഥ? എനിക്ക് ഡയറക്ടർ, അതാണ് എന്റെ ഏറ്റവും സെയിം. പുള്ളി എപ്പോഴും നമ്മുടെ ഓഡിയൻസ് റെഡി ആവുന്നതിന്റെ മുന്നേ പുള്ളി പിടിക്കുള്ളൂ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. കളയാണെങ്കിലും സ്റ്റിൽ നൈസ് പടം, ഇബ്ലിസ് ആണെങ്കിലും അടിപൊളി, ഇതാണെങ്കിലും എല്ലാം പുള്ളി അഹെഡ് ഓഫ് ടൈം പിടിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കത് രോഹിത് യെസ്. ഇബ്ലിസിന്റെ പേര് പോലും ഇബ്ലിസ് ഭയങ്കര ഫാനാണ്. So next unpopular opinion, നാട്ടുരാജാവ് has more repeat value than നരസിംഹം.
എൽ ടേക്ക് ഐ തിങ്ക് ഇതൊരു 2K കിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നു തോന്നുന്നു എനിക്ക് അൺപോപ്പുലർ ഒപ്പീനിയൻ. The only thing I remember from നാട്ടുരാജാവ് is മറ്റേ മൂസ അബിജോലി നാട്ടുരാജാവ് ആ ട്രാക്കും വേറൊന്നും എനിക്ക് ആ സിനിമയിൽ ഇഷ്ടമല്ല. പിന്നെ പുള്ളിയുടെ ലുക്ക് ഓക്കെയാ, പക്ഷെ അത് വെച്ചിട്ട് പുള്ളി ഒരു 10 പടം ചെയ്തിട്ടുണ്ട്. മീശ വിരിച്ച് താണ്ഡവം, ചതുരംഗം എന്നൊക്കെ പറഞ്ഞു കുറെ സിനിമ എന്തിനോ വേണ്ടി തിളക്കി. അതുകൊണ്ട് നരസിംഹം ഇസ് ദ ടോപ്പ്, അതിന്റെ താഴെയാണ് എല്ലാം വരത്തും. എനിക്ക് ടൈറ്റിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും ചിലപ്പം ആ ഒരു ടൈം ലൈനിലുള്ള ഏത് പടമൊന്നും മനസ്സിലാവുന്നില്ല. സെയിമാ ലുക്കൊക്കെ സെയിമാ. So next unpopular opinion, Rex Vijayan is better than every other. More like he is the underrated final boss. അങ്ങനെ ബോസ് എന്ന് എനിക്കറിയത്തില്ല. നമ്മള് റെക്സ് ഫാനാണ്, ഞാൻ പേഴ്സണലി ഒരു റെക്സ് വിജയൻ ഫാനാണ്. ബട്ട് ഐ കാൻ സേ ലൈക്ക് ഹി ഈസ് ബെറ്റർ ദാൻ എവരി വൺ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സുഷിനോട് റെക്സില് റെക്സ് ആണ് ഞാനും റെക്സ് ആണ്. എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള പവർ സോൺസ് ഉണ്ടെന്ന്. അപ്പൊ അതിൽ അവര് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ മ്യൂസീഷ്യൻസ് ഭയങ്കര, അവർക്ക് ശരിക്കും നേരത്തെ പറഞ്ഞ പോലത്തെ ഷൗട്ട് ഔട്ട് കിട്ടാം. അവർ കുറച്ചും കൂടി ബ്രില്യൻ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. നമുക്ക് ജസ്റ്റിൻ വർഗീസ് തൊട്ട് പണ്ട് തൊട്ടോ എല്ലാ മ്യൂസീഷ്യൻസും കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം അവരെ. So next one, we don't have larger than life characters in Malayalam cinema. No fictional movies. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് ലാർജർ ദാൻ ലൈഫ് കുറവാ. ഭയങ്കര കുഞ്ഞു സാധനങ്ങൾ എപ്പോഴും വരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എനിക്ക് ആവേശം ഭയങ്കര. എനിക്ക് രംഗണ്ണൻ ക്യാരക്ടർ എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ്, ഭയങ്കര ലാർജർ ദാൻ ലൈഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എബ്രാം ഖുറേഷി ലാർജർ ദാൻ ലൈഫ് അല്ലേ? അത് വല്ലാത്ത ഭയങ്കര വലിയ അതാണ് മാക്സിമം. ഒന്നില്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ഇവിടെ. അതാണ് നമ്മൾ അടുത്ത അൺപോപ്പുലർ ഒപ്പീനിയൻ വായിക്കാണ്. സലാം കാശ്മീർ ഇസ് എ ഗോഡ് മൂവി. മേജർ ശ്രീകുമാർ ഫാൻസ് കമന്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ മറ്റേ ഡയലോഗ് പറ, ഞാൻ മറ്റേ വരാം. അടുത്തത് ഒരു കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ഐറ്റം ആണ്. ലൈക്ക് ഇതിലെന്തെങ്കിലും രണ്ടാളുകാരുണ്ടാവും. ചോട്ടാ മുംബൈ ഈസ് ബെറ്റർ ദാൻ രാജമാണിക്യം. എനിക്ക് ചോട്ടാ മുംബൈ ആണ് ബെസ്റ്റ്. എനിക്കും ചോട്ടാ മുംബൈ ആണ് ബെസ്റ്റ് ആയി തോന്നിയിട്ടുള്ളത്. എനിക്ക് രാജമാണിക്യത്തില് ചില ഇടങ്ങളൊക്കെ ലോ ആണ്, പക്ഷെ ചോട്ടാ മുംബൈയിൽ അങ്ങനെ ലോ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര ടഫാണ്. ഭയങ്കര ടൈറ്റ് ആണ് പടം, ഭയങ്കര ടൈറ്റാ. സോ നെക്സ്റ്റ് വൺ, ഐ ലൈക്ക് കൂലി. ഫ്രഷ് സാധനമാണ്. ഫ്രഷ് ആൻഡ് പോപ്പുലർ, വ്യത്യസ്തല്ല. നൈസ് മൂവി ടേസ്റ്റ് ബ്രോ, യു ഗോട്ട് എ നൈസ് മൂവി ടേസ്റ്റ്. നൈസ്. പറ എല്ലാവരുടെയും നമ്മൾ ആദ്യം കൂലി കണ്ടപ്പോ പോലെ അല്ലേ ഇപ്പൊ പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് കൂലിന് തോന്നുന്നുള്ളൂ. ഇത്രയും ലൂപ്പ് ഹോൾ ഉള്ള പടം കൂലിന്റെ അത്ര ലൂപ്പ് ഹോൾ ഉള്ള പടം ഈ ഇടയ്ക്കായിട്ട് ഇറങ്ങിയിട്ടില്ല. അത്രയ്ക്കും ലൂപ്പ് ഹോൾസ് ആണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. അത് ലൂപ്പ് ഹോൾസ് അല്ല, കൂലി 2 വേണ്ടിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാ. ബ്രില്യൻസ് ആണ്. എൽസിയുടെ സി എന്താന്ന് വിചാരിച്ചത്? ഓ എനിക്ക് തോന്നുന്നു ലോക്കി എന്താണ് ഇന്റർവ്യൂല് എന്താണ് ഡിഫെൻഡ് ചെയ്തില്ലേ ലിയോന്റെ ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പൊ ഈ ലൂപ്പ് ഹോൾസിനെ കുറിച്ച് ചോദിക്കുമ്പോ പറയാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട് കൂലി 2, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറയാം. സോ അടുത്തത്, പൃഥ്വിരാജ് ഇസ് ആൻ ഓവർ റേറ്റഡ് ആക്ടർ. എനിക്കത് ഞാൻ പറയണില്ല. ഓവർ റേറ്റഡ് ആണോ? ലൈക്ക് പൃഥ്വിരാജിന്റെ ആക്ടിങ്ങിനെ അങ്ങനെ പ്രൈസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പൃഥ്വിരാജ് നല്ല ആക്ടറാണ്, പക്ഷെ ചില പടങ്ങളിൽ ലൈക്ക് വർക്ക് ആവണില്ല. ചില പടങ്ങളിൽ നല്ലതായിട്ട് വർക്ക് ആവുന്നുണ്ട്. എനിക്ക് വർക്കായ പടങ്ങളുണ്ട് പൃഥ്വിരാജിന്റെ, പക്ഷെ ചില പടങ്ങളിൽ ഭയങ്കര ഫ്ലെക്സിബിൾ അല്ലാന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും ക്യാരക്ടർ റോളുകൾ വരും. ഇപ്പൊ ആടുജീവിതം മാത്രം ഞാനൊരു ക്യാരക്ടർ റോൾ അങ്ങനെ, പിന്നെ പണ്ടത്തെ പൃഥ്വിരാജ് ഉള്ളൂ. സ്റ്റിൽ ഐ ലൈക്ക് സ്റ്റാർ മെറ്റീരിയൽ. എനിക്ക് പോക്കിരാജയിലെ പൃഥ്വിരാജ് ഭയങ്കര ഇഷ്ടം, ഭയങ്കര രസം. എനിക്ക് മറ്റേ ഒരു പടമില്ലേ, ആ പടത്തിന്റെ പേര് മറന്നു എനിക്ക്. ഞാൻ പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആവും, അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്യണം. ഹീറോ അല്ലേ കാണണേ? നീ ഹീറോ കണ്ടോണ്ടിരിക്കായിരുന്നില്ല. Need to tone down sequels and need more movies like ഉസ്താർ ഹോട്ടൽ and നീലാദാശം പച്ചക്കള്ള ചോന ഭൂമി.
ഉസ്താദ് ഹോട്ടൽ അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ലെങ്കിലും സീക്വൽസ് നിർത്തണം. എനിക്ക് കുറച്ചും കൂടെ നീലാകാശം കൈൻഡ് ഓഫ് മൂവീസ് വരണമെന്നാണ് എന്റെ ആഗ്രഹം. കുറച്ചും കൂടി ഒരു കമ്മിങ് ഓഫ് ഏജ് ട്രാവൽ മൂവീസ് ലൈക്ക് സിന്ദഗി സിന്ദഗി ദുബാര നീലകാശം, അത് എന്തുകൊണ്ട് ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല? ലൈക്ക് മലയാളത്തിൽ ഈസി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നീലാകാശത്തെ ടോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. സമീർ താഹിർ ഷുഡ് കം ബാക്ക്. പുള്ളി പിന്നെ അടുത്ത ഗോൾഡ് വാസ് ഗുഡ്. ഹായ് അൽഫോൻസ് പുത്രൻ. ഞാനൊരു സത്യം വെളിപ്പെടുത്തട്ടെ, എനിക്കിഷ്ടാണ്. റീലിനുള്ളതായിട്ടുണ്ട്. വെറുതെ എനിക്ക് ഗിൽറ്റി പ്ലഷറാ ഗോൾഡ്. ഞാൻ ഉറങ്ങാനൊക്കെ വേണ്ടി ഇടയ്ക്കിരുന്ന് കാണുമായിരുന്നു. ഗോൾഡ് ഫാൻ ബോയ് ഒന്നല്ല, ഇനി എന്റെ പുത്രൻ ഫാൻ ബോയ് ആക്കല്ലേ. പുത്രൻ എന്നെ പോസ്റ്റ് ഇടും, ഫോട്ടോ റീല് ഷെയർ ചെയ്തിട്ട് പുള്ളി ഇടും. ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് ദ ലൈക്ക് കുറെ ഒപ്പീനിയൻസ് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള എനിക്ക് കുറെ ഒപ്പീനിയൻസ് മലയാളത്തിൽ ഒരു നല്ലൊരു ആക്ഷൻ ഫിലിം ഇല്ല, മലയാളത്തിൽ ഒരു ഹൈ ബഡ്ജറ്റ് മൂവിയില്ല, അങ്ങനത്തെ ഒരു ഒപ്പീനിയൻസ് ആണ് മേജർ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അൺപോപ്പുലർ ഒപ്പീനിയൻ ഉണ്ടോ മൂന്നുപേർക്ക്? എന്റെ അൺപോപ്പുലർ ഒപ്പീനിയൻ എല്ലാം വിവാദപരമായതാണ്. എന്റെ അൺപോപ്പുലർ ഒപ്പീനിയൻ ഇറ്റ്സ് ലൈക്ക് ഏഞ്ചൽ ജോൺ ഈസ് എൻ എൻജോയബിൾ മൂവി. ഏഞ്ചൽ ജോയ് ഫാൻസ് റിപ്പോർട്ട്. I feel shitty actor. Like, oh my എനിക്ക് പുള്ളി കരയുമ്പോൾ ഇന്നേ വരെ ഒരു സെന്റിമെന്റ്സ് തോന്നിയിട്ടില്ല. പക്ഷെ പുള്ളി ഒരു നല്ല ഫൈറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ഡാൻസ്, കുഴപ്പമില്ലാണ്ട് ഡാൻസും പരിപാടിയും കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, കാണാൻ അടിപൊളിയാണ്. അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഓക്കെ ആണെങ്കിലും എനിക്ക് അത്ര ആക്ട് തോന്നുന്നില്ല. പുള്ളിയുടെ പരിപാടി ഒരു കുറച്ചും കൂടി വേറൊരു പരിപാടി ചെയ്യണം എന്ന് തോന്നി. എന്താണ്? കല്യാണി പ്രിയദർശൻ ഈസ് എ ബാഡ് ആക്ട്രസ്. എന്നോട് തോന്നരുത്, പക്ഷെ പക്ക നെപ്പോക്കിഡിന്റെ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. എനിക്ക് ലോകയിലെ ടീച്ചറിൽ എനിക്ക് ഭയങ്കരമായിട്ട് കല്യാണിയുടെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഡിഫറെന്റ്. എനിക്ക് തോന്നുന്നു ഈ ലോക്കിലെ ഏറ്റവും വലിയ ഫിയർ ഫാക്ടർ കല്യാണിയാണ് തോന്നുന്നത്. ഇഫ് കല്യാണീസ് പെർഫോമൻസ് വർക്ക്, ലോക വിൽ വർക്ക്. മറ്റേ ഒപ്പീനിയൻ പറയണ്ടേ ബാബുരാജിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ? അത് അൺപോപ്പുലർ ഒപ്പീനിയൻ അല്ലേ, പോപ്പുലർ ഒപ്പീനിയൻ. ഐ തിങ്ക് ഹി ഈസ് എ ന്യൂ പാൻ ഇന്ത്യൻ ആക്ടർ റൈറ്റ് നൗ. എനിക്കതാ തോന്നുന്നത്. കൂലിയിലുണ്ട്, തഗ് ലൈഫിലുണ്ട്, കിണ്ടലുണ്ട്. ബട്ട് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ട് ഈ ലോക്കി യൂണിവേഴ്സിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബാബുരാജിന്റെ എന്നുള്ളത്. ഒരു ചെറിയ റോൾ അല്ലാതെ കുറച്ചും കൂടെ ഒരു നല്ല വില്ലൻ വേഷമൊക്കെ കൊടുത്താൽ സെറ്റ് ആവേണ്ട ഒരു ക്യാരക്ടറാണ് ബാബുരാജ്. ആക്ച്വലി ബാബുരാജും ഷമ്മി തിലകനും ജോജിയിലും കോമ്പിനേഷൻ കിടിലനായിരുന്നു. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ബാബുരാജ് ചെയ്ത പൊളിയായിരിക്കും. സോ ഐ തിങ്ക് ലൈക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം, ലൈക്ക് ഒരു ബെറ്റർ കോൺസെപ്റ്റും ബെറ്റർ ടോപ്പിക്കും ആയിട്ട് ലൈക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ് us. സോ സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ ഗൈസ്. സോ ഒരു അർജന്റ് നമ്മളൊരു ടോപ്പിക് വിട്ടുപോയി. സോ അത് നമ്മൾ പറയാൻ പോവാണ്. നമ്മൾ വി ആർ ഗോയിങ് ലൈവ് ഇൻ ഡിസ്കോഡ്. സോ ഗൈസ് പ്ലീസ് ജോയിൻ അവർ കമ്മ്യൂണിറ്റി, ഷെയർ യുവർ മീംസ്, വീഡിയോസ് ആൻഡ് യുവർ വർക്ക്. അപ്പോൾ നമ്മളത് ഇവിടെ ഒരു നല്ലൊരു ഷൗട്ട് ഔട്ട് കൊടുക്കണമായിരിക്കും. സോ വി ക്യാൻ ഡിസ്കസ് സിനിമ മോർ ഹിയർ. സോ വി ആർ വെയിറ്റിംഗ്. കറക്റ്റ് സമയത്ത് പോയേക്കണ കട്ടായടാ ചെയ്യേ. ഞാൻ പക്ഷെ ഇത് യൂസ് ചെയ്യും കേട്ടോ. ഇത് കൊള്ളാം. നോർമലി വെയിറ്റിംഗ് എന്നുള്ള സാധനം. അതെ.